ഇന്ന് വായനാ ദിനമാണ്. വിദ്യാർത്ഥികളിൽ വായന പ്രോത്സാഹിപ്പിക്കാൻ ഉറവ് എന്ന പദ്ധതിയുമായി കാസർഗോഡ് ബദിയടുക്ക പെരടാലയിലെ നവജീവൻ HSS. വായന പരിപോഷണ പരിപാടിയായ വിദ്യാർത്ഥികളും ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. സ്കൂളിലെ മലയാളം ഭാഷാ അധ്യാപകർ മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. കാസർഗോഡ് ബദിയടുക്കയിലെ പെരടാല നവജീവൻ HSSലെത്തിയാൽ വായനയുടെ ഉറവ് കിനിഞ്ഞിറങ്ങുന്നത് കാണാം. അവധിക്കാലത്ത് വിദ്യാർത്ഥികളെ വായനാലോകത്തെത്തിക്കാൻ സ്കൂളിലെ മലയാളം ഭാഷാധ്യാപകർ മുൻകൈയെടുത്താണ് പദ്ധതി തുടങ്ങിയത്. അവധിക്ക് തൊട്ടു മുൻപായി കുട്ടികൾക്ക് പുസ്തക കിറ്റ് നൽകും. അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം എത്ര വേണമെങ്കിലും വായിക്കാനെടുക്കാം. അവധി കഴിഞ്ഞെത്തുമ്പോൾ വായനാക്കുറിപ്പ് നിർബന്ധം. അവധിക്കാലത്തെ വായനയ്ക്ക് ശേഷം ഈ കുട്ടികളത് തിരിച്ചേൽപ്പിക്കുന്നു. ജൂൺ മാസം തിരിച്ചേൽപ്പിക്കുന്നതോട് കൂടിയിട്ട് അവർ ഓരോരുത്തരും വായിച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ട് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാവും. ഈ ആസ്വാദനക്കുറിപ്പ് നല്ല ആസ്വാദനക്കുറിപ്പിന് സമ്മാനം കൊടുക്കും. അങ്ങനെ ജൂൺ 19 നമ്മുടെ വായനാ വാരം ആരംഭിക്കുന്നത് എപ്പോഴും ഈ ആസ്വാദനക്കുറിപ്പിന് സമ്മാനം കൊടുത്തുകൊണ്ടായിരിക്കും. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഈ വിദ്യാലയത്തിൽ ഉറവ് പദ്ധതി നടത്തുന്നുണ്ട്. ഇതോടെ കുട്ടികൾക്കും വായന ഹരമായി. 8ാം ക്ലാസ്സിൽ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്. പുസ്തകങ്ങൾ എടുത്തു തുടങ്ങി. അതിനുശേഷം ലൈബ്രറി ബുക്സിനോട് ഒരു അട്രാക്ഷൻ പോലെയാണ്. മാഷന്മാർ പുസ്തകം എടുക്കാൻ പറയും. ലൈബ്രറിയിൽ പോയി അപ്പോൾ അവധിക്കാലത്ത് വായിക്കാൻ പറ്റുമായിരുന്നു. ഉറവിനായി ഓരോ കുട്ടികൾക്കും പ്രത്യേക ഫയൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ വായനാനുഭവം രേഖപ്പെടുത്തുന്നു. വായനാ വാരത്തോടനുബന്ധിച്ച് മികച്ച കുറിപ്പുകൾ സ്കൂളിൽ വായിക്കും. അവധി കഴിഞ്ഞെത്തുമ്പോൾ എടുത്തതിലും അധികം പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് സംഭാവനയായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.